ചരിത്രത്തിലെ എഴുതപ്പെടാതെ പോയ കഥകളിലൂടെയായിരുന്നു എൻ്റെ എഴുത്ത് ജീവിതത്തിലെ ഭൂരിഭാഗ സഞ്ചാരങ്ങൾ. അങ്ങനെയുള്ള ഒരിടമായിരുന്നു എനിക്ക് വടക്കൻ പാട്ടിലെ ചന്തു. ജീവിതത്തിൽ മുഴുവൻ തോറ്റുപോയി. എന്നാൽ തന്നെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ലെന്ന് വിശ്വസിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ മൂർത്തിഭാവമായിരുന്നു ചന്തു. കരുത്തനായ അയാൾ പ്രണയത്തിന് മുന്നിൽ പരാജയപ്പെടുന്ന കേവലം ഒരു മനുഷ്യനുമാണ്. നിന്റെ മുൻപിൽ മാത്രമാണ് എന്റെ വാളിനിത്ര മൂർച്ച കുറയുന്നത്. മതി, നിർത്തു നിന്റെ പയ്യാരോ. വരൂ, നടക്ക്. ഞാൻ ചേകവർ ചന്തു. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കണമെന്നില്ല. ഞാൻ ചതിയൻ ചന്തു. കാലം എനിക്ക് ചാർത്തി തന്ന ആ പേര് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുകയുള്ളൂ. എന്നാൽ കണ്ടാലോ പൊൻപൂവ് പോലെ, അടുത്താൽ പൂവിന് പിന്നിലെ വിഷപ്പാമ്പ് പോലെ. ഇതായിരുന്നു എന്നെപ്പറ്റി എഴുതപ്പെട്ടിട്ടുള്ള വിശേഷണം. യഥാർത്ഥ ജീവിതത്തിൽ പക്ഷേ തോറ്റുപോയ കേവലനായൊരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. ഇനി കരയാൻ തുടങ്ങും. അതുകൊണ്ടൊന്നും കാര്യമില്ല. എന്നോട് എന്ത് തോന്നിയാലും വേണ്ടില്ല. അച്ഛൻ പറഞ്ഞു ആരോമലാമലയ്ക്ക് തുണ പോകുവാൻ സമ്മതിച്ചുവെന്ന്. അമ്മാവൻ പറഞ്ഞു കേട്ടു. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പോണം. അങ്കത്തട്ടിൽ ആങ്ങളെ കയറുമ്പോൾ നിങ്ങളും കൂടെ വേണം. എന്റെ അപേക്ഷയാണ്. അന്ന് പേരുദോഷം വരാതിരിക്കാൻ അതേ വഴി കണ്ടുള്ളൂ. ഞാനിപ്പോഴും ഒറ്റയ്ക്കാണ്. അറിയാ, അതോർക്കുമ്പോൾ വിഷമിക്കാനെന്തോ. അന്ന് നീ എനിക്കൊരു മംഗലക്കാര്യം പറഞ്ഞില്ലേ? മികച്ചേരിയിലെ തുമ്പോലാച്ച എന്റെ അമ്മായിയോട് പറഞ്ഞില്ലേ നീ? അത് എനിക്കും സമ്മതം. എന്താ ആങ്ങള അവിടെ ഒരു ചിത്രം തുടങ്ങി. ആങ്ങളയ്ക്ക് തുണ പോയി ആപത്തൊന്നും വരുത്താതെ കൊണ്ടുവരണം. എന്റെ അപേക്ഷയാണ്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും? അതെ, കാവിൽ ഭഗവതി പൊന്നമ്മയാണ്, അംഗക്കരുനാഗ ദൈവങ്ങളാണ്, എന്റെ അച്ഛനാണ് സത്യം. ചന്തു പോകാൻ സമ്മതിച്ചെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നു. എല്ലാവർക്കും സന്തോഷമാകട്ടെ. ചന്തു തുണ പോയി. അങ്കത്തട്ടിൽ ആരോമല്ലാവുന്നതെല്ലാം ചെയ്തു. എന്നാൽ എന്നെ കാത്തിരുന്നത് ചതികളുടെ നീണ്ട നിരയായിരുന്നു. ചന്തുവിനേറ്റ ചതികളുടെ കഥകൾ ആരും അറിഞ്ഞില്ല. എന്നാൽ ലോകം മുഴുവൻ ചേകവർ ചന്തുവിനെ ചതിയൻ ചന്തുവാൻ.
എന്തിന വീടം പറയുന്നച്ച അറിഞ്ഞൂടം നീട്ടിയ നീട്ടെനിക്ക് എള്ളോളം തന്നെ ഊറിഞ്ഞരുൾ. ഞാൻ പുത്തൂരിന്റെ ആരോപണം ചെയ്തിട്ടുള്ള കണ്ടപ്പനുണ്ട്. ഓ, കുഞ്ഞുണ്ണൂരിയുടെ മകൻ കൂടെ ആര്? മരുമകൻ ആറ്റിൽ മണമേൽ കുഞ്ഞിരാമൻ ശേഖരയുടെ മകൻ. ഉണ്ണിയാർച്ചയുടെ മകൻ എന്ന് പറയുന്നതാവും എളുപ്പം. ആട്ടെ, എന്താ ഈ വഴിക്ക്? ബന്ധം പുതുക്കുന്നവരല്ല ഞങ്ങൾ. അമ്മ അവനെ ചതിച്ചു വന്നതിന് പകരം ചോദിക്കാൻ ഒരുങ്ങിക്കോ ചന്ദ്രശേഖരേ. അമ്മ യാത്രാ വഴികളൊന്നും പറഞ്ഞില്ല. അറിവ് കൊല ചെയ്യാൻ പഠിക്കാത്തവർ അംഗത്തിനൊരുങ്ങുമ്പോൾ ഉപദേശമൊന്നും. പണ്ട് ആരോമല്ല കൂടെ തുണ പോയപ്പോൾ എനിക്കും തന്നിരുന്നു ചില ഉപദേശങ്ങൾ ഉണ്ണിയാർച്ച. നേരിട്ട് വെട്ടിമരിച്ചാൽ വീടിന് മാനം തന്നെ പറഞ്ഞയച്ചു എന്റെ മെച്ചമ്മ. ഇങ്ങനെ പറയാൻ ഉണ്ണിയാർച്ച ഒരുത്തിയേയുള്ളൂ. ചുരികയേക്കാൾ പൂച്ചയുണ്ടെന്നും അവളുടെ നാവിന്. അംഗം കഴിഞ്ഞിട്ട് മതി അമ്മാവ അപരാധം പറച്ചിൽ. അംഗം ചെയ്തിട്ടില്ല ചന്ദ്രശേഖരേ. ഇതോ അംഗം. ചെറുബാല്യം തൊടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം. പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ വെട്ടിമാറി ഒഴിഞ്ഞതാണെന്ന് മനസ്സിലാവാനുള്ള അറിവ് പോലുമില്ലേ മക്കളെ നിങ്ങൾക്ക്? ശേഷം എന്തുണ്ട് കയ്യിൽ? പുരഞ്ജയമായി എന്ന് തുടങ്ങി സൗഭദ്രമായി എന്ന് തോന്നിപ്പിക്കുന്ന ആ പഴയ പുത്തൂരം അടവോ? അതോ പരിചയ്ക്കിടെ മണ്ണുവാരി എറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവോ? ആയുധമെടുക്ക്. ചന്തുവിനെ തോൽപ്പിക്കുവാൻ ആവില്ലെന്ന് ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെച്ചപ്പോൾ കൈവിറച്ച ഗുരുനാഥൻ പിന്നെ എന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോൾ മോഹിച്ച പെണ്ണും എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാനത്ത എന്റെ ചങ്ങാതി എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങുവാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി. മടങ്ങിപ്പോ. മടങ്ങി പോകുന്നവരല്ല. ചന്തുവിനെ തോൽപ്പിക്കുവാൻ നിങ്ങൾക്കാവില്ല. അംഗബലം കണ്ടും ആയുധമുറ കണ്ടും ചന്തുവിനെ തോൽപ്പിക്കുവാൻ ആണായി പിറന്നവരും ആരുമില്ല. മടങ്ങിപ്പോ. മരിക്കാൻ തന്നെയാണ് ഉണ്ണിയാർച്ചയുടെ മകൻ വന്നിരിക്കുന്നത്. ആയുധമെടുക്ക്. മക്കളെ തോൽക്കരുത്. ചതിയൻ ചന്തുവിന്റെ ചരിത്രം ഇവിടെ കഴിയട്ടെ. പുത്തൂരം വീടിന്റെ കളങ്കം വായിച്ച വീരപുത്രൻ ആരോമലുണ്ണിയുടെ ചരിതം ഇവിടെ തുടങ്ങട്ടെ. മലയാളി മനസ്സിൽ അതിദീർഘമായ അർത്ഥവ്യാപ്തി തരുന്ന ദ്വയാക്ഷരമാണ് MD. മനുഷ്യന്റെ മനോവ്യഥയും സംഘർഷവും സമ്മേളിക്കുന്ന അക്ഷര നക്ഷത്രങ്ങളുടെ ഭാവതീവ്രത തലമുറകൾക്ക് പകർന്നു നൽകിയ എഴുത്തിന്റെ പുണ്യം. എഴുതിയതെല്ലാം പൊന്നാക്കി